ഗുഡ് മോർണിംഗ്. സോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. സ്പെഷ്യൽ ഡേ ഇൻ ദ സെൻസ് ചെറിയൊരു പേടി. ഇന്നലെ നമ്മൾ പറഞ്ഞ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഡേ. ഇന്നലെ ബ്ലഡ് ടെസ്റ്റൊക്കെ കിട്ടി. സോ വൈകിട്ട് നമ്മൾ ബ്രോ വിളിച്ചായിരുന്നു. സോ ഹി ഓൾറെഡി ഷെഡ്യൂൾഡ് ഇറ്റ് ഫോർ 11:30. സോ 11:30 ആകുമ്പോൾ നമ്മളവിടെ ചെല്ലണം. സോ എൻ്റെ കൂടെ രാഹുലും നമ്മളവിടുത്തെ അനിലേട്ടനൊക്കെ ഉണ്ട്. അപ്പോൾ അവരുമായിട്ട് നേരെ ഷാർജ ട്രാൻസ്പ്ലാന്റ്. എന്തോ ആവോ കുഴപ്പമില്ലായിരിക്കും അല്ലേ, ഒരു ചെറിയ പേടി. ഓക്കെ, സോ ഗൈസ് അങ്ങനെ ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റിന് വേണ്ടി. ബ്രോ, for cleaning room, right? Yeah, you will be cleaning this room? Which company? Grand Millennium. Grand Millennium, no, already done. Okay, next time. Next month. Okay, thank you. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂം ക്ലീൻ ചെയ്യാനായിട്ട് പിള്ളേർ വരും. അപ്പം അത് നമ്മുടെ റൂം ക്ലീൻ ചെയ്യുമ്പോൾ വണ്ടി വെച്ചത്. അതാണെങ്കിൽ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പെട്ടിയും ഇതൊക്കെ ആയിട്ട് ഞാൻ എവിടോട്ടാ പോകുന്നേ എന്ന്. ആക്ച്വലി ഈ പെട്ടിയൊക്കെ ആയിട്ട് മുടി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് റൂമിൽ വന്ന് കിടക്കാൻ വയ്യ. സത്യം പറഞ്ഞ റൂമിൽ വന്ന് കിടക്കാനുള്ളൊരു മടി കാരണം ഞാൻ തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, ഞാൻ തന്നെ ഫുഡ് കഴിക്കണം. ഫുഡ് കൊണ്ടുവരും, ബട്ട് എനിക്ക് ആ ഫുഡ് ഇത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ അടുത്തൊരു പ്ലാനിട്ട് നേരെ അലയും അച്ഛൻ്റെ അടുത്തോട്ട്. അച്ഛന് കുറച്ച് ദിവസം ശല്യമാവാന്ന് വിചാരിച്ച്. ശല്യമൊന്നുമല്ല അച്ഛന്, ബട്ട് ഞാൻ വിചാരിച്ച് ചുമ്മാ ഇവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ചെന്ന് കുറച്ച് ദിവസം നിൽക്കാമെന്നുള്ളൊരു വിചാരമാണ്. ഫുഡൊക്കെ കഴിച്ച്, കാരണം ഇത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കുറച്ച് റെസ്റ്റ് വേണം, ഒരു 7 days 8 maybe 10 days ലൈക്ക് ദാറ്റ്. സോ പ്ലാനിങ്. സോ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് നേരെ അലൈനി വിട്ട് റെഡിയാവുന്നുള്ള രീതിയാണ്. ഓക്കെ, അതിനാണ് ഈ ബാഗും എൻ്റെ ലാപ്പും എല്ലാം എടുത്തേക്കുന്നത്. ഓക്കെ, രാഹുലും അല്ലേട്ടനും വരും. സോ അവരോട് അങ്ങോട്ട് പോകാൻ. ഹായ് ബ്രോ. ഹായ് ബ്രോ. No, I'm not going for vacation. I will be like for 10 days I will not be here. Just going to Alin. New look. We will come with new look. Transplant. Really? Yeah. Good. So I'm going to now Sharjah for the transplant. After that to Alain. So 10 days I will be there. After that I will come back. Like, with new look maybe 10 days. After that we will see what it will be like in the front. Very good. Okay, bye then. Bye. Back to basement. See, അവിടെയാണ് നമ്മൾ എല്ലാവരും സ്നാക്ക് അലാഡറായി കളിക്കും. അതിനകത്ത് ആ ടേബിളിനകത്ത് സ്നാക്ക് അലാഡേഴ്സ് ഉണ്ട്. നേരെ ഡയറക്ട്ലി ബാക്ക് ഓൺ ചെസ് ടി വി അല്ല എന്തോ ഇതെങ്ങനെയാണെന്ന് എനിക്കറിയാം. ഞാൻ ആദ്യം വിചാരിച്ച് പ്രൊജക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുവാണ്. പക്ഷെ പിന്നെ മനസ്സിലായത് പ്രൊജക്ടർ അല്ലെന്ന്, അത് ഡിസ്പ്ലേ ആണ്, എന്തോ ബാക്ക് സൈഡ് ഡിസ്പ്ലേസ്. സോ അനിലേട്ടൻ വന്നു. അല്ലേട്ടാ എന്ത് 7:38 വിളിച്ചിട്ട് 8 മണിക്ക് അല്ലേട്ടാ എന്ത് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ടെൻഷൻ. ഈ മുടി വെക്കാൻ പോട്ടെ നമുക്ക്. ഞാനേ ഒരു 10 മിനിറ്റ് കൂടി കിടന്ന് ഉറങ്ങാച്ചില്ലേ വിളിച്ചല്ലേ. വീണ്ടും 8 മണി. ഞാൻ രാവിലെ എഴുന്നേറ്റിരിക്കുക, ഇന്ന് മുടി വെക്കണ്ടേ എന്നും പറഞ്ഞു.
എന്തി അവൻ എന്തി അവനോട് മെസ്സേജ് നോക്കിയായിരുന്നു. ആ. സോ ഗായ്സ് നമ്മൾ വണ്ടി എടുത്ത് നേരെ ഇനിയിപ്പം ഷാർജ. വണ്ടിക്കകത്ത് പെട്ടിയും ഇതെല്ലാം എടുത്ത് വെക്കട്ടെ. വെച്ചതിന് ശേഷം നേരെ ബാടാ രാവിലെ. ഓക്കെ, അപ്പം സാധനങ്ങളെല്ലാം നമ്മൾ കയറ്റി പോവാം. സോ നമ്മൾ വണ്ടി എടുത്ത് അവിടത്തെക്കാളും 3400 കുറവാണ്. അല്ലേട്ട സോറി, ഫാമിലി ആയിട്ട് സംസാരിക്കും. നമ്മൾ വണ്ടി എടുത്ത് നമ്മൾ ഷാർജയിലോട്ടല്ലേടാ, ഷാർജ അത് ഉറപ്പല്ലേ? പോയിട്ട് നേരെ എന്നെ ഡ്രോപ്പ് ചെയ്യണം. ആരെ ഫുൾ സെറ്റാണ്. അപ്പൊ നമ്മള് നേരെ പറഞ്ഞാൽ മതി വരെ. ഓക്കെ ഗൈസ്, അപ്പൊ QTC പോയി ഹെയർ ട്രാൻസ്പ്ലാന്റ് അവിടെ വെച്ച് QTC വെച്ചാണ്. ഓക്കെ ഓക്കെ ബൈ. ശരിക്കും എന്താണ് വിഷ്ണു ഒരു മാസപ്പെടുത്താം. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. എവിടെയായിട്ടാ? ശരവണവനാ? ശരവണ വെജിറ്റബിൾ. നമ്മളിനി ഫുള്ള് വെജിറ്റേറിയൻ മൂഡാണ്. ഷാർജ അവിടെ അപ്പുറത്തെ സ്ഥലമാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് വേണം. ഫുള്ള് പാർക്കിംഗ് ആയി. നമ്മള് വണ്ടി ഇട്ടിട്ട് 1 കിലോമീറ്റർ നടക്കണമല്ലോ ഫുഡ് കഴിക്കാൻ. പെട്ടെന്ന് ഫുഡ് കഴിക്കാം. ആ ചേട്ടൻ വീടാൻ പോന്നു. വാ. ആ കണ്ടുപിടിച്ച് ശരവണ ഭവൻ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ശരവണ കയറി 1 കിലോമീറ്റർ നടന്നു അല്ലേടാ? എന്തോ കഴിക്കാൻ. ചേട്ടടെ പോയി. വേറെ എന്താ ഉള്ളതാ? ഇഡ്ഡലിയാ? മസാല ദോശ? സ്മോൾ ഇഡ്ഡലി ഉണ്ടോ? സ്മോൾ ഇഡ്ഡലി. രസം ഇഡ്ഡലി. ഇഡ്ഡലി സ്മോൾ ഇഡ്ഡലി. സാമ്പാർ സപ്പിട്ട് അപ്പടി മിക്സ് പണി വേണം. എത്ര പീസ് മിനിക്ക് ഇഡ്ഡലി അല്ല? വേണ്ട വേണം, അത് വേണം. ഓക്കെ, നെക്സ്റ്റ് രസം ഇഡ്ഡലി ആണ് എടുത്തത്. രസം ഇഡ്ഡലി 2 പ്ലേറ്റ് രസം ഇഡ്ഡലി. ഒരു രസം ഇഡ്ഡലി. ഇതാണ് രസം ഇഡ്ഡലി. രസത്തിൽ മുക്കി വെച്ചിരിക്കുമല്ലേ? ചേട്ടന് വന്നില്ല ഇതുവരെ. ചേട്ടൻ വെയിറ്റിങ്ങിലാണ്. ആദ്യം ചേട്ടന് കൊണ്ടുകൊടുക്കാനാ പറഞ്ഞത്, പക്ഷെ വന്നില്ല. ചേട്ടന് വന്നു തൈര് ഭയങ്കര മധുര.
ഓക്കെ ഗൈസ്, അപ്പൊ ഫുഡ് കഴിച്ചിട്ട് ബാക്കി വരാം. ബൈ ബൈ. അങ്ങനെ ക്യൂട്ടീസിൽ എത്തിയിരിക്കുന്നു. സോ വിത്തിൻ മേബി 6 to 7 hours He will stay here and we will go. he'll find what it is. ചേട്ടൻ ഇവിടെ നിന്ന് നാട്ടിലെ അട്ടപ്പാടി ടീമിന്റെ അടുത്ത് കോണ്ടാക്ട് ചെയ്തു. ട്രിപ്പ് പോകുന്നില്ല. അത് ലിഫ്റ്റ് ഇല്ല. വി ഹാവ് ടു വാക്ക് ആൻഡ് ഗോ. കം എവിടാ? ആത്മാർത്ഥ സുഹൃത്താണ്. ഒരു 3000 രൂപ ട്രാൻസ്ഫർ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറി എത്തി. അങ്ങനെ നമ്മുടെ അടുത്ത് 11:30 എന്നാ പറഞ്ഞത്. എന്തായാലും കയറിയിട്ട് ബാക്കി കാണാം. ഇത് ഡോക്ടർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ഹെയർ ലൈൻ എവിടം വരെ വരും എന്നുള്ളത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഗൈസ്, ഇപ്പം നമ്മുടെ ബാക്കിൽ നിന്ന് ഗ്രാഫ്റ്റ് എടുത്തു. ഫ്രണ്ടിൽ എന്തോ അതിന് പറയുന്നത് ഗ്രാഫ് ഇങ്ങനെ ഹോൾസ് ഇട്ടു. ഇനി ഗ്രാഫ്റ്റ് ഇംപ്ലാന്റ് ചെയ്യണം. അപ്പം അതിനുമ്പ് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തു. ഫുഡും കുറച്ച് കഴിക്കാനായിട്ട് ജ്യൂസും ഒരു സാൻഡ്വിച്ചൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ ഒരു 5 to 10 minutes ബ്രേക്ക് കഴിഞ്ഞിട്ട് 2 hours പ്രൊസീജിയറാണ്. പിന്നെ ഇംപ്ലാന്റ് ചെയ്യുക. നെക്സ്റ്റ് ഇത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന് ശേഷമുള്ളൊരു ഫോട്ടോയാണ്. ഇതിനകത്ത് നമ്മൾ ഹെയർ ലൈൻ അവർ വരച്ച രീതിയിൽ അവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നമുക്ക് കാണാം. ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. നല്ല ടയേർഡാണ്. എല്ലാവരും ടയേർഡാണ്. ഇവരവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു മൊത്തം. ഞങ്ങളിപ്പോൾ തിരിച്ച് അലയിലോട്ട് പോവുക, അച്ഛനടുത്തോട്ട്. അപ്പം അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവര് തിരിച്ചിങ്ങോട്ട് ദുബായ്. ഫുള്ളി ടയേർഡ്. തുടച്ചിടണം ജസ്റ്റ് ഒന്ന്. പക്ഷെ എങ്ങനെ ചേട്ടാ? കുഴപ്പമില്ലായിരുന്നു അല്ലേ? ഒരു നല്ല കെയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ളി വൈറലാണല്ലോ. വൈറലാവും, ഇതില് വൈറലാവും ഉറപ്പാ. ചീര അങ്ങനെ. പിന്നെ പോയിട്ട് അവിടെ വന്നിട്ട് നമുക്ക് റൂമിൽ വന്നിട്ട് സംസാരിക്കാം. ഓക്കെ. ടയർഡാണ് ഫുള്ളി. വേദന ഒന്നും ഇല്ലായിരുന്നു, ബട്ട് ചെറുതായിട്ട് ടയേർഡും കാര്യങ്ങളും. ഇന്നലെ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞു. ഇന്ന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ ആണ്. അപ്പം ഇന്നലെ എനിക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല. കാരണം ഫുള്ള് ടയേർഡായിരുന്നു. ടയേർഡും കാര്യങ്ങളും. 6 hours അതിനകത്തിരുന്നില്ലേ റൂമിനകത്തും. അപ്പം അറൗണ്ട് 12 o'clock കയറിയതാണ്. തിരിച്ച് ഇറങ്ങിയപ്പം 7 o'clock കഴിഞ്ഞു. തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പം. പിന്നെ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്ത് ഇങ്ങ് വരെ വരണമായിരുന്നു, അലയൻ വരെ അച്ഛനടുത്ത്. അപ്പോൾ അതുകൊണ്ട് ഫുള്ളി ടയേർഡായിരുന്നു. പിന്നെ അതിൽ നിന്ന് മോർണിംഗ് എഴുന്നേറ്റു. അവർ പറഞ്ഞ കണക്കാണ് കുറച്ച് മെഡിസിൻസും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് സലൈൻ വാട്ടർ, പിന്നെ അങ്ങനെ കുറച്ച് മെഡിസിൻസ്. ഇപ്പം ഈ സലൈൻ വാട്ടർ 1 hour നമ്മൾ ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. അവർ പറഞ്ഞേക്കുന്നത് 1 hour നമ്മൾ തലയിലിങ്ങനെ ഇതൊക്കെ കൊടുക്കണമെന്ന്. ചെടി നട്ടണക്കാണ് നമ്മളിതിപ്പോൾ. ചെടി നട്ടിട്ട് ഇങ്ങനെ വളർത്തിയെടുക്കുന്നു. അതേ കണക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം 1 hour. സോ ദാറ്റ്സ് കൈൻഡ് ഓഫ് ന്യൂ. അപ്പോൾ 10 ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ്റെ അടുത്ത്. കാരണം ഈ പരിപാടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെയും ലീവ് എടുത്തിട്ട് 10 ദിവസം ഇവിടെ അലൈൻ. സോ നത്തിങ് എൽസ്, നോട്ട് ഗോയിങ് ഔട്ട്സൈഡ് ഓർ എനിത്തിങ്, ജസ്റ്റ് ടേക്കിംഗ് റെസ്റ്റ്.
പിന്നെന്തുവാണ് അപ്പോൾ ഡെയിലി ഇതിൻ്റെ അപ്ഡേറ്റ്സ് 2 days അപ്ഡേറ്റ്സ് ഇടാം. ഡെയിലി അപ്ഡേറ്റ്സ് ഇടേണ്ട ആവശ്യമില്ലല്ലോ. ഓൾറെഡി ഞാൻ റൂമിനകത്ത് തന്നെയാണ്. അപ്പം അതിൻ്റെ ആവശ്യവും ഇല്ല. ഓക്കെ, സോ ട്രാൻസ്പ്ലാന്റേയുടെ വീഡിയോസ് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണും. അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഡേ വീഡിയോ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, വിൽ സി ആഫ്റ്റർ. ഇത് കഴിഞ്ഞ് 3 ദിവസം, സാറ്റർഡേ. ഇന്നിപ്പം വാട്ട്സ് ഡേ ടുഡേ? ടുഡേ ഈസ് ഫ്രൈഡേ. ടുമാറോ ഈസ് സാറ്റർഡേ. സോ ടുമാറോ പോകേണ്ടി വരും. പോയിട്ട് ഇത് ഇളക്കേണ്ടി വരും. 3 days ബട്ട് അതിനകത്ത് ഫ്രം സാറ്റർഡേ ഓൺവേർഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് തേർഡ് ഡേ ഓക്കെ മേ ബി ലൈക്ക് ദാറ്റ്. സാറ്റർഡേ ഇളക്കാൻ പറഞ്ഞിട്ടുണ്ട്, ബാക്കിലത്തത്. കാരണം അവിടെ നിന്നാണല്ലോ മുടിയെടുത്ത് ഫ്രണ്ടിൽ വെച്ചത്. ബാക്ക് ഇളക്കണം. ഇളക്കിയിട്ട് അവിടെ നിന്ന് അങ്ങനെ ചെയ്യണം. പിന്നെ എന്നെ എന്താണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫ്രൈഡേ, ദാറ്റ് ഈസ് നെക്സ്റ്റ് ഫ്രൈഡേ ഈസ് ദ ഹെഡ് വാഷ് ഡേ. നെക്സ്റ്റ് ഫ്രൈഡേ. പിന്നെ ഈ മെഡിസിൻസും കാര്യങ്ങളും റെസ്റ്റൊക്കെ എടുക്കുക. പിന്നെ കൂടുതൽ എരിയൊന്നും കഴിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നെ സ്പൈസസ് ഒഴിവാക്കുക. പിന്നെന്താണ്, ഓയിൽ കണ്ടൻസ് കൂടുതലും കഴിക്കരുത്, ഒഴിവാക്കുക എന്ന് പറഞ്ഞു. ഇത് രണ്ടുമാണ് മെയിൻ ഡോക്ടേഴ്സ് പറഞ്ഞത്. പിന്നെ കിടന്ന് ഉറങ്ങുമ്പോഴൊക്കെ ഒന്ന് കെയർഫുൾ ആക്കാൻ പറഞ്ഞു. അത്രേ ഉള്ളൂ. പിന്നെന്താണ്, പിന്നെ അതേ കണക്ക് തന്നെ നമ്മൾ കിടന്നുറങ്ങുമ്പം ഒരു നെക്ക് പില്ലോ, ദാറ്റ് ഈസ് ഒരു നെക്ക് പില്ലോ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. കാരണം ബാക്ക് തട്ടത്തില്ലല്ലോ. അതായത് അതുമല്ല, കഴുത്ത് അതേ കണക്കിരിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ചരിഞ്ഞ് ഈ ഗ്രാഫ്റ്റ് ഇങ്ങോട്ട് ചരിയുമ്പം ഇതാവാനും പാടില്ല, ഈ ഗ്രാഫ്റ്റ് അങ്ങോട്ട് ചരിയുമ്പോൾ അതാവാനും പാടില്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ നെക്ക് പില്ലോ യൂസ് ചെയ്യാൻ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞ് ദാറ്റ്സ് ഇറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ പെയിനും കാര്യങ്ങളൊന്നും വലുതായിട്ട് ഇല്ല. ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പെയിനൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ഇത് തലയിങ്ങനെ കെട്ടി വെച്ചേക്കുന്നുള്ളൊരു ഇത് കാണാമല്ലോ, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഇന്നലെയും പെയിൻ അവർ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടോ അവർ നമ്മൾ ചോദിക്കുവാണെങ്കിൽ അനസ്തേഷ്യ എന്നനുസരിച്ച് തരികയും ചെയ്യും. അപ്പോൾ ഓൾറെഡി നമുക്കത് അത്ര ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഈ അനസ്തേഷ്യ ഫസ്റ്റ് തരുമ്പോൾ ഒരു പെയിനേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആ സിറിഞ്ച് വെച്ച് ഇങ്ങനെ കുത്തുമ്പോൾ ഒരു പെയിനേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പെയിനൊന്നുമില്ല. പിന്നെ ഒരു അസ്വസ്ഥത, ഇങ്ങനെ തല ഇങ്ങനെ കെട്ടി ഇത് സാധനം ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ ഓൾറെഡി. ഇപ്പോൾ ഒരു അസ്വസ്ഥതയുണ്ട്. അത് മാറി കുറച്ച് ദിവസം എടുക്കും. അതൊക്കെ ഇത് കഴിച്ച് പിന്നെ സെറ്റായി വരണം. അങ്ങനെയാണ്. സോ നോക്കാം. ഓക്കെ, ദാറ്റ്സ് ഓൾ ഗൈസ്. സോ വേറെ ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. 2 days കഴിഞ്ഞിട്ട് അപ്ഡേഷൻ 5th day അപ്ഡേറ്റ് ആണ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് സ്കാൽപ്പെല്ലാം ഫുള്ള് ഡ്രൈ ആയി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1 hour 1.5 hours ഇടവിട്ട് വെള്ളം ഇങ്ങനെ ഒരു സിറിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്ത് നമ്മൾ കൊടുക്കും. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ബാക്കെല്ലാം ഒരുവിധം വലിയ ഇച്ചിങ് ചെറുതായിട്ട് നീ ചില സമയത്തേക്ക് ഇച്ചിക്ക് തോന്നും. പക്ഷെ നമുക്ക് കൈ തൊടാൻ പറ്റൂലല്ലോ. കൈ തൊട്ട് കഴിഞ്ഞാൽ പോയില്ലേ ഗ്രാഫ്റ്റ്. അവസ്ഥയാണ് അങ്ങനെ. പിന്നെ വേറെ അസ്വസ്ഥത എന്ന് പറയാനായിട്ട് അസ്വസ്ഥത ഒന്നുമില്ല. പിന്നെ കിടക്കുമ്പോൾ കുറച്ച് പാടുണ്ട്, കുറച്ചൊരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്യും. ഇൻ കേസ് ബാക്കിൽ നിന്ന് എടുത്തല്ലേ മുടി, അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കംഫോർട്ടുണ്ട്. നമ്മൾ മാക്സിമം ഒരു ഇതേ കണക്കത്തൊരു നെക്ക് പില്ലോ യൂസ് ചെയ്യുക. നെക്ക് പില്ലോ യൂസ് ചെയ്ത് വേണം കിടക്കാൻ മാക്സിമം. അപ്പോൾ അങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരുവിധം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കിടക്കുക, ഇങ്ങനെ ഒറ്റ കിടക്കുക. കൈ കൊണ്ട് നമുക്ക് രാത്രി പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, കൈ ഇങ്ങനെ രാത്രി കൊണ്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ ഒന്നും കിടക്കാൻ പറ്റത്തില്ല നമുക്കിനി. അത്രയും ഭയങ്കര കൺസ്ട്രെയിൻഡ് ആയിട്ട് നമ്മൾ കൈ ഞാൻ കൈ ഇങ്ങനെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് ഇങ്ങനെ കിടക്കും. അപ്പോൾ കൈ എടുക്കുമ്പോൾ എനിക്ക് പിന്നെ മനസ്സിലാവും ഓക്കെ. എന്നാലും ഭയങ്കര ഉറക്കത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ കൈ അങ്ങ് പോകും തലയിലോട്ട്. അങ്ങനെ പിന്നെ അങ്ങനത്തെ കുറച്ച് പാടാണ്. കിടക്കാൻ ഉറങ്ങാനും പാടാണ് കുറച്ച്. പിന്നെ വെള്ളം എപ്പോഴും നനച്ചുകൊണ്ടിരിക്കണം. പിന്നെ
ഇപ്പോൾ വീട് റൂമിനകത്ത് തന്നെയാണല്ലോ ഫുൾ ടൈം. 8 ദിവസം 8 days വി ആർ സ്റ്റക്ക് ഹിയർ. സോ അങ്ങനെ. പിന്നെ ഒരു ബേബി ഷാമ്പു നമ്മൾ എടുത്ത് രാവിലെയും വൈകിട്ടും നമ്മൾ ഇച്ചിരി വെള്ളത്തിൽ കലക്കി, സമയമാവാറായി ബേബി ഷാമ്പൂവിൻ്റെ, വെള്ളത്തിൽ കലക്കി തലയിൽ ഇങ്ങനെ ഒഴിക്കണം. ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് നമ്മൾ തല ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഞാനിപ്പോൾ മിനറൽ വാട്ടറിൽ തന്നെ കുറച്ച് ബേബി ഷാമ്പൂ കലക്കിയതിന് ശേഷം, കാരണം ഇവിടുത്തെ കുറച്ച് ഹാർഡ് വാട്ടർ ആണല്ലോ UAE. സോ അങ്ങനെ കുഴപ്പമില്ല, ഹാർഡ് വാട്ടർ ആയാലും കുഴപ്പമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ബട്ട് ശരി, ഈ ഒരു 8 days നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിരിക്കണമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നൈറ്റ് ഓൾസോ വി ഷുഡ് ഡു ലൈക്ക് ദാറ്റ്സ് ഇറ്റ്. ആൻഡ് വേറെ വലുതായിട്ടൊന്നും ഇല്ല. വേറെ ഫുഡ് സ്പൈസി മൊത്തം ഒഴിവാക്കിക്കണം. സ്പൈസി ഫുള്ള് ഒഴിവാക്കിക്കണം. എന്തുകൊണ്ടാണ് സ്പൈസി കഴിക്കണം എന്ന് പറയുന്നത്? ഒരു ദിവസം ഞാൻ ആയിട്ട് സ്പൈസി ഇച്ചിരി കഴിച്ച് നോക്കി. കഴിക്കുമ്പോൾ വെച്ചാൽ നമ്മൾ സ്കാൽപ്പ് ചൊറിയാനായിട്ട് ഞാൻ തുടങ്ങും. എന്നുവെച്ചാൽ ആ ഒരു ഇത് വരും. പിന്നെ വിയർക്കാൻ തുടങ്ങും. മാക്സിമം വിയർക്കാതെ നോക്കുക. 8 days പറഞ്ഞ ഡേയ്സ് ഫുള്ള് മാക്സിമം വിയർക്കാതെ നോക്കുന്നതാണ് നല്ലത്. പിന്നെ വേറെ എന്ന് പറയാനായിട്ട് വേറെ വലിയ വിഷയങ്ങളൊന്നും ഇല്ല അങ്ങനെ. പിന്നെ ദാറ്റ്സ് ഇറ്റ്. 5th ഡേയിലെ അപ്ഡേറ്റ് ഇതാണ്. ഡ്രൈ ആയി വരുന്നുണ്ട് ഇവിടെ. സ്കാൽപ്പിങ്ങനെ വെട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ നല്ല ഡ്രൈ ആവുന്നുണ്ട്. ഇപ്പോൾ വെള്ളം നനച്ചു കൊടുക്കണം. അത്രയും. അപ്പം അത്രേ ഉള്ളൂ 5th ഡേ അപ്ഡേറ്റ് വൈസ്. ഓക്കെ, ഇത് 9th ഡേ ആണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ട് 9th ഡേ. ഇന്നലെ ആയിരുന്നു വാഷ് കഴിഞ്ഞു. ഞാൻ ഹെയർ കാണിക്കാം. ദിസ് ഇസ് ഹൗ മൈ ഹെയർ ഇസ് നൗ. ഇങ്ങനെ. സോ ഹെയർ വാഷ് ജസ്റ്റ് അവരൊരു ഷാമ്പൂ ഇട്ടിങ്ങനെ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഷാമ്പൂ ഇട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് മൊത്തം കഴുകിക്കളഞ്ഞ ശേഷം നോർമൽ ബാക്ക് ടു അവർ റൂട്ടീൻ. ബട്ട് കുറച്ച് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് കുറച്ച് നാളത്തേക്ക് വെയിലൊന്നും കൊള്ളണ്ട, ഓവർ വർക്കൗട്ട്, ബോഡി ബിൽഡിങ്. നമ്മൾ ബോഡി ബിൽഡിംഗ് ഒന്നും അല്ലല്ലോ, ബോഡി ബിൽഡേഴ്സ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കുറയ്ക്കുക. ജിം വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നവരുണ്ടെങ്കിലും അത് കുറയ്ക്കുക. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഡെയിലി ബേബി ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ നോർമൽ ബാക്ക് ടു റൂട്ടീൻ. ഒരു മാസം കഴിഞ്ഞിട്ട് PRP. അടുത്ത ഈ മന്ത് കഴിഞ്ഞു. നെക്സ്റ്റ് മന്ത് ലാസ്റ്റോ 25 കഴിഞ്ഞൊന്ന് ചെല്ലാൻ പറഞ്ഞു. 25 കഴിഞ്ഞിട്ട് ചെന്ന് PRP എടുക്കാൻ പറഞ്ഞു. 3 PRP ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അവർ അതെനിക്കൊന്ന് ഡിപ്പെൻസ് ആണെന്ന് തോന്നുന്നു. 3 PRP എല്ലാം എടുക്കുന്നവരുണ്ട്, 5-6 PRP എടുക്കുന്നവരുണ്ട്. അത് ഹെയർ ഡെൻസിറ്റി കൂടുന്നതനുസരിച്ചാണെന്ന് തോന്നുന്നു. ആയിട്ടൊന്ന് ചോദിക്കണം. സോ അങ്ങനെ. പിന്നെ ഡോണർ ഏരിയ ഓൾമോസ്റ്റ് കവർഡപ്പായി വരുന്നുണ്ട്. ആരും അധികം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ഇന്നിപ്പോൾ ഞാൻ ഒരു ടെസ്റ്റ് ഡോസിന് വേണ്ടി ഞാൻ വെളിയിലിറങ്ങി എല്ലാവരെയും ഒന്ന് ജസ്റ്റ് മീറ്റ് ചെയ്തു. ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയൊക്കെ മീറ്റ് ചെയ്തപ്പോൾ എല്ലാവരും ചിലവർ നോട്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ചിലവർ സ്ഥിരം കാണുന്നവരെന്നെ ചിലപ്പം എന്താ ഇവിടെ ഇങ്ങനെ എന്താ ഇവിടെ 2 ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തില്ലേ? ഞാൻ പറയും ചെയ്തു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലവർ നോട്ടീസ് ചെയ്യും, ചിലവർ നോട്ടീസ് ചെയ്യുന്നില്ല. ഓൾറെഡി അവരെന്നെ കണ്ടിട്ടുണ്ടല്ലോ. സോ ദേ വിൽ നോട്ടീസ്. സോ നെക്സ്റ്റ് ഇസ് എത്ര രൂപയായി, എമൗണ്ടായി UAE എനിക്ക് ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തപ്പോൾ ടോട്ടൽ. സോ ടോട്ടൽ ഇൻക്ലൂഡിങ് കൺസൾട്ടേഷൻ ആൻഡ് 3 PRP package. It's a package. Including everything, it cost me around 7,500 dirhams ആണ് എനിക്ക് UAE ഹെയർ ട്രാൻസ്പ്ലാന്റിന് ചിലവായത്. വിത്തൗട്ട് എനി എക്സ്പെൻസ്, ഓൺലി ദ പാക്കേജിന് മാത്രം. വേറെ എക്സ്പെൻസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ ചിലപ്പോൾ നമ്മളൊരു ഷാമ്പൂ എന്തെങ്കിലുമൊക്കെ മേടിക്കുന്നെങ്കിൽ അത്രയേ ഉള്ളൂ. അല്ല വേറെ എക്സ്പെൻസും കാര്യങ്ങളൊന്നുമില്ല. ബട്ട് ഇഫ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇത് കുറയാനാണ് ചാൻസസ് എന്നാണ് എൻ്റെ ഒരു. ഇത്ര രൂപയാവുമോ എന്ന് എനിക്കറിയാം. അപ്പോൾ അറൗണ്ട് ഇന്ത്യൻ റുപ്പീസ്
ഇന്ത്യൻ റുപ്പീസ് എത്രയാണ് ഇപ്പം എത്ര രൂപയാണ്? 1 lakh എത്ര 1,95,000 അത്രയാവും. 1,95,000 രൂപയാവും UAE ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെങ്കിൽ. കുഴപ്പമില്ല അത്രയും. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കേരളത്തിൽ നമ്മളെ സ്ഥലത്ത് നമുക്ക് അത്ര ആവത്തില്ല എന്നാണ് എൻ്റെ ഒരു ഇതിൽ. എത്ര ഗ്രാഫ്റ്റ് വെച്ചിട്ടൊക്കെയാണ് അവർ പറയുന്നത്. ഇത് നമുക്ക് ഫുൾ കവറേജ് ഏരിയ ഇവിടം വരെ ഫുൾ കവറേജ് ഏരിയ എത്ര കിട്ടുമോ അത്രയും ഗ്രാഫ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. ഈ ഡോണർ ഏരിയ ഫുള്ളി ഇതൊക്കെ എക്സ്പ്ലോർ ഇത് ഫുള്ളി എന്തുവരെ പറയുന്നത് ഫുള്ളി ഇത് ചെയ്യാതെയും ഇത്ര ഏരിയയാണ് നമുക്ക് ചെയ്ത് തന്നേക്കുന്നത്. അതിൻ്റെ അവർ പറഞ്ഞു നോ പ്രോബ്ലം. കെയർ ഒക്കെ ഭയങ്കരമാണ് കേട്ടോ. ദേ ഫാം ഇസ് ടേക്കിംഗ് കെയർ ഓഫ് മീ വെരി വെൽ. ഫോളോ അപ്സ് ഒക്കെ ഉണ്ട്. വിളിച്ചു അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ആ പുള്ളിയെ അവരുമായിട്ട് ഡയറക്റ്റ്ലി കോണ്ടാക്ട് ചെയ്ത് എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാം. ഇറ്റ്സ് ഓക്കെ. പിന്നെ ഇത്രയേ ഉള്ളൂ. ആ പൈസയാണ് എൻ്റെ എമൗണ്ടാണ് എൻ്റെ ആയത്. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. അതുമല്ല എനിക്ക് നാട്ടിൽ പോയിട്ട് അവിടെ ചെയ്യാനുള്ളൊരു ടൈമും ഇല്ലായിരുന്നു. സോ നേരെ ഇവിടെ വന്നു. പിന്നെ ഇവിടുന്ന് ലീവ് എടുക്കാൻ പറ്റില്ല കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ ചെയ്യാമെന്നുള്ള രീതിയാണ്. പിന്നെ ഇവിടെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ ഡോക്ടേഴ്സ് ആയാലും എല്ലാം ഭയങ്കരമായിട്ട് എന്തുണ്ടെങ്കിലും എപ്പം ഓൺ ദ സ്പോട്ട് അവർ ഇപ്പം ഞാൻ പറഞ്ഞു ഹെയർ ലൈൻ കുറച്ചുകൂടെ ഒന്ന് അതാവണോ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഒന്ന് റിസൾട്ട് വരട്ടെ. ഞാൻ പറഞ്ഞ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് വേറെ ഇനിയിപ്പോൾ ഹെയർ ലൈൻ നോക്കണമെന്നുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർ നോക്കാം എന്നുള്ളതൊക്കെയാണ്. അപ്പം ഓവറോൾ ഐ ആം ഹാപ്പി വിത്ത് ദം. ബട്ട് നൗ വിൽ സീ വാട്ട് ദ റിസൾട്ട് വിൽ കം ആഫ്റ്റർ ദിസ് ഷെഡിങ് ഫേസ് ആൻഡ് എവറിത്തിങ്. സോ ഷെഡിങ് ഫേസ് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ ഇതിൻ്റെ റിസൾട്ട് ഇതെങ്ങനെ ആകും. ഇപ്പോൾ കുഴപ്പമില്ല. വളർന്ന് കിട്ടിയ ഇപ്പം ഒരുവിധം ഓക്കെ. ഇങ്ങനെ മുളച്ച് ഇങ്ങനെ നിൽക്കുവാനല്ല. ഇതങ്ങ് വളർന്നിട്ട് കഴിഞ്ഞാൽ കൊള്ളാം. ഷെഡിങ് ഫേസ് വരുമ്പോഴാണ് എനിക്ക് വിഷമം വരുന്നത്. അതൊക്കെ പോകുമല്ലോ വെച്ചതല്ലോ. 8 ദിവസം കുത്തിയിരുന്ന് ഉറങ്ങാതെ കഷ്ടപ്പെട്ടത്. ഇങ്ങനെ ഇരിക്കുമല്ലേ കൈ കെട്ടി. അപ്പം അങ്ങനെ ദാറ്റ്സ് ഓൾ. അപ്പം ഇനി ഇനി അടുത്ത് വരുന്ന മന്ത്സുകളിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട്സ് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഷെഡിങ് ഫേസ് കഴിയും. 4 months ആണ് ഷെഡിങ് ഫേസ്. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിൻ്റെ റിസൾട്ട് വരും. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ വരുന്നു എന്നുള്ളത്. ഓക്കെ, താങ്ക് യു ഗൈസ്. സോ ഇതാണ് നമ്മുടെ ഇതോടെ ഇവിടുത്തെ ഹെയർ ട്രാൻസ്പ്ലാന്റ് ബ്ലോഗ് ഞാൻ ക്ലോസ് ചെയ്യുവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു വെരി മച്ച്. ബൈ. സീ യു.